ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റംലാനിന് മുന്നോടിയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഷോപ്പിങ്ങും അതുപോലെ റംലാനിലോട്ട് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെക്കുന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഡബയിലോട്ട് എടുത്തു വെക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പൊ ഇത് 10 കിലോ പച്ചരി കഴുകി ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പൊ കഴുകുന്നതും ഉണക്കുന്നതും ഒക്കെ നമ്മൾ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അരിപ്പൊടി ഇങ്ങനെ കവറിലാണ് ഇറക്കി വെക്കാറ്. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് നാൾ ചീത്തയാവാതെ ഇരിക്കുവേ. പിന്നെ ഇതാ പഞ്ചസാരയാണ്. അപ്പോൾ റംലാനൊക്കെ ആയ എന്തായാലും ജ്യൂസും ഷേക്കും ഒക്കെ വേണ്ടി വരും. പഞ്ചസാര മസ്റ്റ് ആണ്. പിന്നെ ഇതാ നമ്മളെ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ കഴുകി ഉണക്കുന്ന വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മൾ കഴുകി ഉണക്കിയിട്ടുള്ള പെരിഞ്ജീരകം, വലിയ ജീരകം, അതുപോലെ ചെറിയ ജീരകം, ഉലുവ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴുകി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തോളം ചീത്തയാവാതെ ഇരിക്കും കേട്ടോ. അതിലും കൂടുതൽ ഇരിക്കും. പിന്നെ അതാ നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ളതാണ് സേമിയ, റവ ഒക്കെ. റവ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തരിക്കഞ്ഞിയൊക്കെ റെഡിയാക്കാറുള്ളതാണ്. പിന്നെ വേണ്ടതാണ് നമ്മുടെ സാബുനരി, അതായത് നമ്മൾ പാൽവാഴക്കൊക്കെ തയ്യാറാക്കി എടുക്കൂലേ, അതിനായിട്ടുള്ള സാബുനരി. പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, കിസ്മിസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഓൾറെഡി നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്യുന്നതാണ്. റംലാന്റെ മുമ്പായിട്ട് എന്തായാലും വാങ്ങിച്ച് സ്റ്റോർ ചെയ്യും. പിന്നെ ഇത് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് നമ്മുടെ കസ്കസ്, നമ്മളെ വെള്ളങ്ങളിലൊക്കെ ഇടുന്ന ബ്ലാക്ക് കസ്കസ് കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ ഉണക്കമുന്തിരി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് ആയിട്ടുള്ള ഏലക്കായ, ഗ്രാമ്പു, പട്ട ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ബോട്ടിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പൊ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയം കൂടി ആയതുകൊണ്ട് ഇത് മൊത്തത്തിൽ വാങ്ങി ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാന്ന് മാത്രം. അപ്പം നോമ്പൊക്കെ ആയി നമുക്ക് വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പുറത്തൊക്കെ പോയിട്ട്. അപ്പൊ അതിന് തന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമ്മുടെ പെരിഞ്ജീരകം, അതുപോലെ ചെറിയ ജീരകമൊക്കെ കുറച്ച് പൊടിച്ചിട്ട് എടുത്ത് വെക്കും കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ കഴുകി ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പൊടിച്ചെടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി, ചീത്ത ആവൂല. പക്ഷെ നമ്മൾ വറുത്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അത് പുറത്തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. പക്ഷെ അതിന്റെ സ്മെല്ലും കാര്യമൊക്കെ കുറയാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കോൺഫ്ലക്സ് വാങ്ങിയിട്ട് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം വേണ്ടിയിട്ടുള്ളതാണ് മുട്ട, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ അതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പൊ കാബേജ്, ക്യാപ്സിക്കം, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സുകളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും റംസാൻ ഇങ്ങനെ അടുത്തല്ലേ. അപ്പം ഡെയിലി പോയി വാങ്ങിക്കുന്നവർക്കൊക്കെ നമുക്ക് ഡെയിലി വാങ്ങിച്ചെടുക്കാം. ഇങ്ങനെ ഡെയിലി വാങ്ങിക്കാൻ പറ്റാത്തവർ ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കായിരിക്കും ഒന്നുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ സ്വിറ്റ്സിന്റെ ഒരു സമൂസ ഷീറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം പച്ചമുളകൊക്കെ വാങ്ങിച്ചിട്ട് നെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ബോക്സിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാറ്. അപ്പൊ അടിയിലൊരു പേപ്പർ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് നാൾ ചീത്തയാവാതിരിക്കും. പിന്നെ മല്ലിയില, അതുപോലെ പുതിനയിലൊക്കെ ഇല്ലേ, അതൊക്കെ കുറച്ചധികം വാങ്ങിച്ച് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ക്ലോത്ത് വെച്ച് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണം. ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല. പുതിനയില നമുക്ക് ഇങ്ങനെ ഇല സെപ്പറേറ്റ് ആക്കിയിട്ട് സിബ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ മല്ലിയില നമുക്ക് കട്ട് ചെയ്തിട്ട് സിബ്ലോ കവറിൽ സ്റ്റോർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഫ്രീസറിൽ വെച്ചാൽ, അതുപോലെ കറിവേപ്പിലയൊക്കെ ഫ്രീസറിൽ സിബ്ലോ കവറിൽ ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ചീത്തയാവാതെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇതാ മല്ലിയിലയും പുതിനയിലും ഒക്കെ ഇതേപോലെ സിബ്ലോ കവറിലാക്കി എയറൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് അധികം പഴുത്ത മാങ്ങ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് സിബ്ലോ കവറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജ്യൂസും ഷേക്കും ഒക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പമാവും കേട്ടോ. നമ്മൾ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജ്യൂസിനും ഷേക്കിനും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വെക്കുന്നത്. അപ്പൊ ആ ഒരു വീഡിയോ കാണാത്തവർ അതൊന്ന് പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും കിട്ടും കേട്ടോ. ഒരുപാട് യൂസ്ഫുൾ ആവും. ഈ ഒരു നോമ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ പണികളും സമയവും ഒക്കെ ലാഭമായിരിക്കും കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ എക്സാം ഉള്ള ടൈമാണ്, അതുപോലെ തന്നെ നല്ല ചൂടാണ്. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സമയം കിച്ചണിലൊന്നും നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാവും കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ബിസി ആയിട്ടുള്ള ജോലിക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാൻ നോക്കുക. അപ്പോൾ ഒന്നും കൂടിയും ഈസി ആവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.